അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറച്ച് വിശാലമായി മറുപടി പറയേണ്ട ചോദ്യം. മദ്ഹബ് എങ്ങനെ ഉണ്ടായി? ഇവർക്ക് മുമ്പ് ഉള്ള മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്? ഷാഫി മദ്ഹബിൽ ജന്മന വന്നുപെട്ട നമുക്ക് ഇനി മറ്റൊരു മദ്ഹബിലേക്ക് മാറാമോ? പ്രധാനമായും ഈ മൂന്ന് ഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് ചോദ്യം നിലനിൽക്കുന്നത്. അവിടെ നമുക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്തിനോടാണ് ആദ്യമായി ദീനിന്റെ കാര്യങ്ങൾ സംസാരിച്ചത്. ആ സഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ സംസാരിച്ച ദീൻ കുറേ കാര്യങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകാതെ ഒറ്റ വ്യാഖ്യാനം തന്നെ നിലനിന്ന ധാരാളം വിഷയങ്ങളുണ്ട്. കൂടുതലും അങ്ങനത്തെ വിഷയങ്ങളാണ്. ആ വിഷയത്തിലൊന്നും ഒരു സഹാബിക്കിടയിലും ഒരു തർക്കമല്ല. ഉദാഹരണം, 5 നേരം നിസ്കരിക്കണം, റമദാൻ മാസത്തിൽ നോമ്പെടുക്കണം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും സഹാബികൾക്കിടയിലൊന്നും തർക്കമല്ല. എന്തുകൊണ്ട് തർക്കമല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള ഹദീസുകളൊന്നും വ്യാഖ്യാനത്തിന് ആവശ്യമില്ലാത്ത വിധം ഏകകണ്ഠമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ അതിന്റെ ഒക്കെ മറ്റു വിഭാഗങ്ങളിലേക്ക്, അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ടുണ്ടായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന് എങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഒരു സഹാബി ഒരു നിലക്ക് വ്യാഖ്യാനിച്ചു, മറ്റൊരു സഹാബി മറ്റൊരു നിലക്ക് വ്യാഖ്യാനിച്ചു. അപ്പൊ എന്തായി? സഹാബത്തിന്റെ ഇടയിൽ റസൂലുള്ള പറഞ്ഞ ഒറ്റ ഹദീസിനെ സംബന്ധിച്ച് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ വന്നു. ഇങ്ങനെയാണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയ സഹാബികൾ അതനുസരിച്ചും, അങ്ങനെയല്ല മറ്റൊരു രൂപത്തിലാണെന്ന് മനസ്സിലാക്കിയ സഹാബികൾ അതനുസരിച്ചും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ വന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്ഹാബി കന്നുജൂമി ഫബി അയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സഹാബികൾ നക്ഷത്ര സമാനരാണ്, അവരിൽ നിന്ന് നിങ്ങൾ ആരെ ഫോളോ ചെയ്താലും നിങ്ങൾ സന്മാർഗത്തിലാകും. അപ്പൊ ആരെ ഫോളോ ചെയ്താലും പറഞ്ഞാൽ എല്ലാവരും ഒരേ അഭിപ്രായം കൊള്ളുന്നില്ല പറഞ്ഞത് എന്നല്ലേ? അപ്പൊ അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിന് അർത്ഥം എങ്ങനെ മനസ്സിലാക്കണം എന്നതിൽ സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഒരു സഹാബി പറഞ്ഞതുപോലെ ജീവിച്ച കുറെ മുഅ്മിനീങ്ങൾ ഉണ്ടാവും, വേറൊരു സഹാബി പറഞ്ഞ പോലെ ജീവിച്ച കുറെ മുഅ്മിനീങ്ങൾ ഉണ്ടാവും. ഇവരുടെ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ വിഷയങ്ങളിലേ ഉണ്ടാവുള്ളൂ. ഒരുപാട് വിഷയങ്ങളിൽ ഏകമായ അഭിപ്രായമാണ്, അതിലൊന്നും തർക്കം തന്നെ എല്ലാവരും. അപ്പൊ റസൂലുള്ള പറഞ്ഞ ഒരു വാക്കിനെ വ്യാഖ്യാനിക്കാൻ പഴുതുള്ളിടത്താണ് അവരെന്ത് ചെയ്തത്? വ്യത്യസ്ത അഭിപ്രായക്കാരായത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ ഖുറൈളയിലേക്ക് യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ പറഞ്ഞയച്ചപ്പോ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബനൂ ഖുറൈളയിൽ ചെന്നിട്ടല്ലാതെ ളുഹർ നിസ്കരിക്കരുത്, വേറെ ചില റിപ്പോർട്ടുകളിൽ അസർ നിസ്കരിക്കരുത്. രണ്ടഭിപ്രായമുണ്ട് അവിടെ ഏതാണ് എന്നുള്ള വിഷയത്തിൽ. അപ്പൊ നിങ്ങൾ ബനൂ ഖുറൈളയിൽ ചെന്നല്ലാതെ നിങ്ങൾ ളുഹർ നിസ്കരിക്കരുത്, അല്ലെങ്കിൽ അസർ നിസ്കരിക്കില്ല. തുസല്ലുന്ന ളുഹറ ഇല്ലാ ഫി ബനീ ഖുറൈള. ബനൂ ഖുറൈളയിൽ ചെന്നിട്ടല്ലാതെ നിങ്ങൾ ളുഹർ നിസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ പോകുന്ന വഴിയിൽ സഹാബികൾക്ക് ബാങ്കിന്റെ സമയമായി, ളുഹറിന്റെ സമയമായി, അസറാന്നുള്ള അഭിപ്രായം അനുസരിച്ച് അസറിന്റെ സമയമായി. അപ്പൊ സഹാബികൾക്കിടയിൽ 2 മദ്ഹബ് വന്നു. എങ്ങനെ? ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് നിസ്കരിക്കാണ്. അപ്പൊ മറ്റേ ഭാഗം പറഞ്ഞു എങ്ങനെ നമ്മൾ ഇവിടുന്ന് നിസ്കരിക്കല്? അവിടെ ചെന്നിട്ടേ നിസ്കരിക്കാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ ഇവിടുന്ന് നിസ്കരിക്കല് എന്ന് വെച്ചു. അപ്പൊ ഈ ആദ്യത്തെ വിഭാഗം ഞങ്ങൾ വഴിയിൽ നിന്ന് നിസ്കരിക്കും എന്ന് പറഞ്ഞവർ പറഞ്ഞു, നബി സല്ലല്ലാഹു നിങ്ങൾ ബനൂ ഖുറൈളയിൽ ചെന്നിട്ടേ നിങ്ങൾ നിസ്കരിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വഴിയിൽ നിന്ന് നിസ്കരിക്കരുത് എന്നല്ല, മറിച്ച് സമയം കളയാതെ ബനൂ ഖുറൈളയിൽ എത്തണമെന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വേഗം നിസ്കരിച്ച് ഞങ്ങൾ പോകും. മറ്റേ വിഭാഗം സഹാബികളോ അവരെന്ത് ചെയ്തു? റസൂലിന്റെ ബനൂ ഖുറൈളയിൽ ചെന്നിട്ട് നിസ്കരിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞേ, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയി. സ്വാഭാവികമായും ഇപ്പൊ ബനൂ ഖുറൈളയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിസ്കരിച്ചവരുടെ പ്രവർത്തനം അതിനേക്കാളും മെച്ചപ്പെട്ട് ഞങ്ങളെ തന്നെ ആയിരിക്കുമെന്ന് സ്വാഭാവികമായും ബനൂ ഖുറൈളയിൽ ചെന്ന് നിസ്കരിച്ചവർക്ക് ഉണ്ടാവുമല്ലോ. അവര് തിരിച്ചു വന്നതിന് ശേഷം റസൂലുള്ളാഹിനോട് റിപ്പോർട്ട് ചെയ്തു, ഇവര് വഴി നിസ്കരിച്ചു, തങ്ങളെ വാക്ക് പാലിച്ചില്ല.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അവര് പറഞ്ഞു, നബിയെ, തങ്ങൾ ആ വേഗം അവിടെ എത്തണം എന്നേ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ ഞങ്ങൾ മനസ്സിലാക്കി, അതുകൊണ്ടാണ്. അപ്പോ കാണാം ഫമാ അന്നഫ വാഹിദൻ മിൻഹുമാ, ഈ രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗത്തെയും റസൂലുള്ളാഹി ആക്ഷേപിച്ചില്ല. അത് രണ്ടും നബി തങ്ങൾ അംഗീകരിച്ചു. അപ്പൊ ഒരു ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ സഹാബത്തിന് വന്ന വീക്ഷണ വ്യത്യാസങ്ങൾ, ആ വീക്ഷണ വ്യത്യാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, റസൂലുള്ളാഹി അംഗീകരിച്ചിട്ടുണ്ട്. ആ അംഗീകരിച്ചതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇമാമുകൾക്കിടയിൽ പിൽക്കാലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പൊ ഒരു സഹാബി പറഞ്ഞ വീക്ഷണായിരിക്കും ഒരു ഇമാമിന്റേത്, മറ്റൊരു സഹാബി പറഞ്ഞ വീക്ഷണായിരിക്കും മറ്റൊരു ഇമാമിന്റേത്. അതുകൊണ്ടാണ് മദ്ഹബുകൾ ഒന്നിലധികം ഉണ്ടായത് എന്നാണ് അത് സംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ മദ്ഹബ് വരുന്നതിന് മുമ്പ് എങ്ങനെയെന്ന് ജനങ്ങൾ വെച്ചാൽ സഹാബത്തിൽ നിന്ന് കിട്ടിയത് ഓരോ സഹാബിയുടെയും അഭിപ്രായം അനുസരിച്ചുള്ള ആ മതം കിട്ടിയ ആളുകൾ അതനുസരിച്ച് മുന്നോട്ട് പോയി. എന്നാൽ 4 മദ്ഹബിന്റെ ഇമാമുകൾ വന്നപ്പോ അവരെന്ത് ചെയ്തു? അതവർ കുറ്റമറ്റ വിധത്തിൽ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തു. അതിൽ ഒരു ഇമാമിന് ഒരു സഹാബിയുടെ പിൻബലുണ്ടാവും, മറ്റേ ഇമാമിന് മറ്റേ സഹാബിയുടെ പിൻബലുണ്ടാവും. അതെല്ലാം റസൂലുള്ളാഹി അംഗീകരിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വിഷയം വ്യക്തമായല്ലോ. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ മദ്ഹബ് എങ്ങനെ ഉണ്ടായിരുന്നു, ഈ മദ്ഹബിന്റെ ഇമാമുകൾ വരുന്നതിന് മുമ്പുള്ള കഥ എങ്ങനെയെന്നുള്ള 2 ചോദ്യത്തിന്റെ ഉത്തരായി. ഇനി മൂന്നാമത്തത്, നമ്മളൊക്കെ ജനിച്ചപ്പോ തന്നെ ഷാഫി മദ്ഹബായിട്ടും ജനിച്ചു, വേറെ കുറെ ആൾക്കാർ ഹനഫികളായിട്ട് മാറി. നമുക്ക് ഇനിയിപ്പോ ഇത് തന്നെ മരണം വരെ നിൽക്കണമെന്നുണ്ടോ? വേറെ മദ്ഹബിക്ക് മാറാൻ പറ്റുമോ? ഒരു കുഴപ്പമില്ല. 4 മദ്ഹബും സത്യത്തിലാണെന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് എത്താനുള്ള ഒരു ഹൈവേയിൽ 4 ട്രാക്കുകൾ പോലെയാണ് ഈ 4 മദ്ഹബുകളെ കാണേണ്ടതുള്ളൂ. ഇതിൽ നിന്നാലും അതിൽ നിന്നാലും ഒക്കെ സത്യത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോ പക്ഷെ അതിലെങ്ങനെ മാറിക്കളിക്കാൻ പാടില്ല, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. കുറച്ചാൽ ഇതിൽ നിന്നു, പിന്നെ കുറച്ചേ പായി നിന്ന് മറ്റേക്ക് പോകണം തോന്നി, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണമെന്ന് മാത്രം, നമ്മളെ കയ്യിൽ മരുന്ന് വേണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മദ്ഹബ് സംബന്ധമായിട്ടുള്ള മസലകളും അതിന്റെ നിയമങ്ങളും നമ്മൾ പഠിച്ചിരിക്കുകയല്ലേ, അത്രേ ഉള്ളൂ. നമുക്കറിയാമല്ലോ ഇപ്പോ ഖൗസുൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അശ്ശാഫിഇയ്യ ഫസിർതൽ ഹംബലിയ്യ ബിലാ ഹജ്രിൻ ലിതഹ്താത ബിൽ ഖൈറൈനി മുഅ്തദിലാ. ഷാഫി മദ്ഹബുകാരനായിരുന്നു ഒരുപാട് കാലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ഹംബലി മദ്ഹബിലേക്ക് മാറി. എന്തിനാ? ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട് മറ്റിടത്തേക്ക് പോയതല്ല. ലിതഹ്താത ബിൽ ഖൈറൈൻ, ഏറ്റവും ഉത്തമമായ 2 റൂട്ടുകളിൽ നിന്നുകൊണ്ടുള്ള സൂക്ഷ്മത പാലിച്ചതാണ് മഹാനവറുകൾ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഷാഫിയിൽ നിൽക്കുന്ന ആൾക്ക് മൊത്തത്തിൽ എന്തിലേക്ക് മാറാം? ഹനഫിയിലേക്ക് മാറാം, ഒരു കുഴപ്പമില്ല. കാരണം ഹനഫി മദ്ഹബ് പേച്ചതാന്ന് ഒരിക്കലും ഷാഫി പറയണില്ല, ഷാഫി മദ്ഹബ് പേച്ചതെന്ന് ഹനഫിയും പറയണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 4 മദ്ഹബും സത്യത്തിലാണ്. ഒന്നിൽ നിൽക്കുന്ന ആൾക്ക് മറ്റേലേക്ക് മാറാം. പക്ഷെ ആ മദ്ഹബിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്യണം? ഇവൻ മനസ്സിലാക്കിയിരിക്കണം, എന്നിട്ട് പൊതുവായിട്ട് മാറണം. അല്ലാതെ എല്ലാ മദ്ഹബൊന്നും ശരിയായത് ഞാനിങ്ങനെ തെരഞ്ഞെടുക്കാണ് എന്ന് പറഞ്ഞ് എളുപ്പം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നടക്കാൻ പാടില്ല. അതൊന്നും കുറച്ച് ഇതൊന്നും കുറച്ചും ഒക്കെ കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? പ്രവർത്തിക്കാൻ പറ്റൂല. ഏതുപോലെ ഒരാളിപ്പോ ചെയ്യാണെന്ത്, അവൻ ആയുർവേദം മരുന്ന് കുടിക്കുകയാണ്. ആയുർവേദം മരുന്ന് കുടിക്കുമ്പോ ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? പഥ്യം പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മോര്, തൈര്, അതേപോലെ തന്നെ മാംസങ്ങൾ ഇതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്ത് ചെയ്തു? ഒരു അലോപ്പതി ഡോക്ടറെ കണ്ടിട്ട് അയാളോട് ചോദിച്ചു, പഥ്യണ്ടോ മരുന്നിന്? വെച്ചു. ഇല്ലല്ലോ, പഥ്യമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പഥ്യെടുക്കുന്ന വിഷയത്തിൽ അലോപ്പതി ഡോക്ടറെയും മരുന്നുടിക്കുന്ന വിഷയത്തിൽ ആയുർവേദ ഡോക്ടറെയും സ്വീകരിച്ചാൽ ഇവന്റെ 2 ലോകവും പോകുന്ന പറഞ്ഞ പോലെയാണ് മദ്ഹബിന്റെ വിഷയവും. ഒരു വിഷയത്തിന്റെ എല്ലാത്തിലും എന്ത് ചെയ്യണം? അത് ആ മദ്ഹബിന്റെ എല്ലാ കണ്ടീഷൻസും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നേ ഉള്ളൂ. കാലാകാലം ഈ മദ്ഹബ് തന്നെ നിന്നോളണം എന്നൊന്നുമില്ല. പക്ഷേ 4 മദ്ഹബിൽ ഏതിലേക്ക് മാറുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് സ്വന്തം ഇപ്പോഴുള്ള മദ്ഹബിനെ പറ്റി തന്നെ അറിയാത്ത ആൾക്കാർ പിന്നെ എങ്ങനെ മറ്റേത് അറിയാം? അതുകൊണ്ടാണ് ഓരോരുത്തരും അതാത് മദ്ഹബിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഖൈർ നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.